ഹായ് ഫ്രണ്ട്സ്, ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നീയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമ്മൾ ഒരുപാട് ടൈപ്പ് റോസുകൾ കണ്ടിട്ടുണ്ടല്ലേ. റോസിൽ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു റോസാണ്. അത് റോസായിട്ട് നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാനും ഒക്കുന്നില്ല, എന്നാൽ സംഭവം റോസ് തന്നെയാണ്. ഏതാണെന്നൊക്കെ കാണാൻ വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആ റോസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ഗ്രീൻ റോസ് അല്ലെങ്കിൽ നമ്മുടെ പച്ച റോസയാണ് ഞാൻ പറഞ്ഞ ഒരു വെറൈറ്റി റോസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, എങ്ങനെ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് മുമ്പ്. പക്ഷേ ഇത് സംഭവം റിയലാണോ അല്ലയോ എന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി സംഭവം റിയലാണ് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പൂവ് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റോസായിട്ട് നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സാധാരണ റോസിൻ്റെ ഒന്നും ഇതളുകൾ കൂട്ടല്ല ഇതിൻ്റെ ഒരു റോസ്, ഈ ഒരു പൂവ്. ഇതിൻ്റെ സത്യം പറഞ്ഞ ഇതിൻ്റെ ഒരു പൂവ് കാണുമ്പോൾ എനിക്ക് ജമന്തിപ്പൂ പോലെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ റോസിൻ്റെ കൂട്ട് തന്നെയാണുള്ളത്. ആ ഇതളിൽ മാത്രമാണൊരു വ്യത്യാസമുള്ളത്. എന്തായാലും സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. ഇത് ഞാൻ തൊട്ടടുത്ത നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. 200 രൂപയായി കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണിത്. 200 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി ബാക്കി വേറെ നഴ്സറികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗ്രീൻ റോസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വന്നു എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ്. ലാസ്റ്റ് ഇരുന്നൊരു പീസായിരുന്നു ഇത്. അത് ഇനി വാങ്ങിക്കാൻ പറ്റി. എന്തായാലും മറ്റ് റോസിൻ്റെ കൂട്ട് തന്നെയാണ് ഇതിൻ്റെ ചില ഇലകളൊക്കെ കാണുമ്പോൾ ചുരുണ്ടൊക്കെ ഇരിപ്പുണ്ട്. ട്രിപ്പ് അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള റോസിന് കൊടുക്കുന്ന അതേ കെയർ തന്നെ ഇതിനും കൊടുക്കണം. ആദ്യമായിട്ടാണ് സംഭവം നമ്മളിത് കിട്ടുന്നത്. ബാക്കിയുള്ള റോസുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലെന്ന് തോന്നുന്നു. കാരണം പൂവിന് മാത്രമേ ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്തായാലും അതേ കെയറും കാര്യങ്ങളും തന്നെ ഇതിനും കൊടുക്കാം. പിന്നെ ഇത് അത്യാവശ്യം വലിയൊരു പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാനിത് റീപോർട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ക്ലൈമറ്റുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരട്ടെ. വന്നതിന് ശേഷം നമുക്കത് റീപോർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കവറിലോ ഒക്കെ വാങ്ങിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റീപോർട്ട് ചെയ്യുക. അതായത് മാക്സിമം ഒരാഴ്ച വെച്ചിരുന്നാൽ മതി. അതിന് ശേഷം അതങ്ങ് റീപോർട്ട് ചെയ്തേക്കുക കേട്ടോ. ഇതിപ്പം വലിയ പോട്ടിലായതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ റീപോർട്ട് ചെയ്തോളാം. റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പിന്നെ പോകെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.